welcome to Adia Riya's World. So, ഇന്ന് നമ്മൾ ബാക്ക് ടു സ്കൂൾ ഷോപ്പിംഗ് കഴിഞ്ഞ് വന്നിട്ടുണ്ട്. ഇന്ന് നമുക്ക് എന്തൊക്കെ മേടിച്ചത് കാണാം. സോ ആദ്യം ബാഗ്. അപ്പോൾ ആദ്യം ഇവളുടെ ബാഗ് മേടിച്ചു. എൻ്റെ ബാഗ് ഇത് ഇങ്ങനെയാണ്, ഒരു ബ്ലൂ പീക്കോ കളറ്. പിന്നെ അത് ഇതിൻ്റെ ഉള്ളിലൊരു ഇത് വന്നിട്ടുണ്ട്. പിന്നെ ഇതാ ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനത്തെ സെറ്റപ്പ് ഉണ്ട്. ഇതിന് 650 രൂപയാണ് ഈ ഒരു ബാഗിൽ. പിന്നെ അടുത്തത് ഇങ്ങനത്തെ ഒരു വലിയൊരു കോളാണ്, ലഞ്ചൊക്കെ വെക്കാൻ പറ്റുന്ന. ഇതിന് നമ്മുടെ ബുക്ക് ഇവിടെ നമ്മുടെ നോട്ട്ബുക്സ് ഒക്കെ നല്ലപോലെ വെക്കാനുള്ള സാധനം വെക്കാൻ പറ്റും. പിന്നെ ഇവിടെ അങ്ങനത്തെ ഒരു ബോട്ടിൻ്റെ ഒരു ഇതുണ്ട്. പിന്നെ ഒന്ന് കൂട്ടട്ടെ. അടിയിൽ ഇതാ ഇങ്ങനത്തെ സെറ്റുണ്ട്, അഴുക്കാവാതിരിക്കാനല്ലേ. അടുത്തത് എൻ്റെ ബാഗാണ്. ഇതാണ് എൻ്റെ ബാഗ്. ഇവിടേക്ക് നല്ല പ്ലെയിൻ ആയതുകൊണ്ട് ഞാനൊരു സ്റ്റിക്കറൊക്കെ ഒട്ടിച്ചിട്ടുണ്ട്. അത് ഇവിടെയാണ്. ഇവിടെ അത് വലിയ സ്ഥലമാട്ടോ, ഇത്ര വലിയ സ്ഥലമാണ് എൻ്റെ കയ്യൊക്കെ. പിന്നെ അടുത്തത് സെക്കൻഡ് സിബാണ്. സെക്കൻഡ് സിബിൽ വിശാലമായി കിടക്കുന്നതാണ്, ഇത്ര വലിയ വായയാണ്. അടുത്ത നോക്കാം. അടുത്തത് സെയിമാണ്, സെയിം ആയിട്ടുള്ള സാധനമാണ്. പിന്നെ ഇനി ലാസ്റ്റത്തും അതേ സെയിം തന്നെയാണ്. ഇനി ഇതിൽ വേറൊരു കാര്യം വരുന്നത് തന്നെയാണ്, നമുക്ക് ബാക്കിലൊരു സിബുണ്ട്. ഇതിൻ്റെ അകത്ത് നമ്മൾ ബാഗ് നനയാതിരിക്കാനുള്ള കോട്ടാണ് ഇട്ടത്. ബാഗിൻ്റെ മേലുള്ള കോട്ടാണ്, നല്ല വലുതാണ് ഇട്ടത്. ഇതൊരു കോട്ട് വരുന്നുണ്ട്. അത് നമ്മൾ ഇതിൻ്റെ അടിയിൽ തന്നെ വെക്കണം കേട്ടോ. അപ്പോൾ ഗൈസ്, ഇനി നമുക്ക് അംബ്രല്ല കാണിക്കാം കേട്ടോ. ഇതാണ് ഇത് ഡാർക്കാണേ, മഴക്കാലത്തല്ല, നമുക്ക് അംബ്രല്ല വേണ്ടേ. അപ്പോൾ നമ്മൾ ഇങ്ങനത്തെ ഒരു നല്ല ഭംഗിയുള്ളൊരു വയലറ്റും അതിൻ്റെ ഒരു ലൈറ്റ് ഷെയ്ഡ് ഉള്ളൊരു വയലറ്റും വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പൗച്ച് ഗൈസ്, കുറോമിയുടെ പൗച്ചാണ് കഴിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ കാണാം. അതിന് ലോക്കൊക്കെ വരുന്നുണ്ട്, നമുക്ക് തുറന്നു നോക്കാം. നമുക്കത് തുറന്നു നോക്കാം. നമുക്കത് ക്ലോസ് ചെയ്യാം. നമ്മുടെ ഫ്രണ്ട്സിലൊക്കെ ഇട്ടേക്കാൻ പറ്റുന്നത് നല്ലൊരു ബ്ലൂവും പിങ്കും കൂടിയിട്ടുള്ളതാണ് ഉള്ളത്. പിന്നെ അറിയാമല്ലോ, ഒരു ലൈറ്റ് പർപ്പിളും ഡാർക്ക് പർപ്പിളും കൂടിയിട്ടുള്ളതാണ്. ഇനി നമുക്കിത് ക്ലോസ് ചെയ്യാം. ഇതിനകത്ത് നല്ല സ്പേസ് ഉണ്ട് കേട്ടോ, നല്ല ഒരു ഭംഗിയുള്ള പൗച്ചാണ്. ക്ലോസ് ഇനി ഞാൻ ശ്രദ്ധിക്കാതെ വാങ്ങിയതാണ്. ഇതിന് ലോക്ക് ഉണ്ട്, 5 ഫുൾ 5ആണ്. പിന്നെ ബാക്കിൽ 0 വരണം, അങ്ങനത്തെ എന്തൊരു സെറ്റപ്പ് ഒക്കെ ഉണ്ട്. അപ്പം നമുക്ക് ഇനിയായിട്ട് വാട്ടർ ബോട്ടിൽ അടുത്ത് ഞാൻ കുറേ മുന്നേ മേടിച്ചതാണ്. ഗൾഫിന് നമ്മളെ പാപ്പം കൊടുക്കുന്നതാണ് ഗൈസ്. ഇവളുടെ കുറച്ചും കൂടി ഡാർക്ക് കളറും എൻ്റെ കുറച്ച് ലൈറ്റ് കളറും. ഞാൻ കുറച്ച് സ്റ്റിക്കേഴ്സൊക്കെ പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പേന, പെൻസിൽ, ഇറേസർ അതൊക്കെ
സാധാ തന്നെയാണ്. ഇതിൻ്റെ ഒരു വലിയ സെറ്റ് ഉണ്ടായിരുന്നു, അതിൽ ഒരു പെൻസിൽ എടുത്തിട്ടുണ്ട്. അതിൻ്റെ അത്രയ്ക്ക് ഇതില്ല. പിന്നെ ഇത് പൂജയ്ക്ക് ഞങ്ങൾ വെച്ച പേനയാണ് കേട്ടോ. പിന്നെ അമ്പലത്തിൽ നിന്ന് കിട്ടിയതാണ്. പിന്നെ ഇത് 2 പേന ഇവൾക്ക് ഇങ്ങനത്തെ 2 പേന, എനിക്ക് ഇങ്ങനത്തെ 2 പേനയാണ്. ഇത് 2 എണ്ണം ഒരു സെറ്റിലുള്ളതാണ്. പിന്നെ ഈ സ്കെയില്, എൻ്റെ ക്യാമറ, നട്രാജ, പിന്നെ ഒരു കറുത്ത ചെറുപ്പന്നെ വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ റേസർ സെയിം തന്നെ, പിന്നെ പെൻസിൽ ഷാർപ്നർ എവിടെ? അത് ഈ സെയിം തന്നെയല്ലേ? ഇതാ സെയിം ആണ്. ഇനി നമുക്ക് ഹലോ കിറ്റി ഉണ്ട് പെൻസിൽ, അത് മുന്നത്തെ. ഇനി അടുത്ത് നമുക്ക് ലഞ്ച് ബോക്സ്. അപ്പൊ ഇനി ഇത് നോക്കിയാച്ചെങ്കിൽ ലഞ്ച് കൊണ്ടുപോകാനൊക്കെ പറ്റും. അങ്ങനത്തെ മറ്റേ സ്റ്റീലായതുകൊണ്ട് ഇതിൻ്റെ അകത്ത് ചോറ് കൊണ്ടാകും. നല്ല ചൂട് ചോറ് നമുക്ക് സ്കൂളിൽ പോകുമ്പോൾ. അപ്പോൾ നമുക്ക് ഇന്നത് ക്ലോസ് ചെയ്യാം. ശബ്ദം കേൾക്കണ്ടോ നമുക്ക്? അപ്പോൾ ഇനി നമുക്ക് ബുക്ക് നോക്കാം. ബുക്കിൽ കാണിച്ചു തരാന് ആദ്യം നമുക്ക് മാത്സ് കാണാം. ഇവളൊക്കെ ചട്ടിട്ട് എൻ്റെ ചട്ടിട്ടില്ല. നെയ്സിക്ക് വന്നിട്ടില്ല. അപ്പോൾ നമ്മൾ കസ്റ്റമൈസ്ഡ് മറ്റേ നെയിം സ്ലിപ്പാണ് മേടിക്കുന്നത്. ഇങ്ങനത്തെ 2 ഇങ്ങനെ തന്നെയാണ് നമ്മുടെ ഫേസ് വെച്ചിട്ട് ബുക്ക് മേടിക്കില്ലേ, അതേമാതിരി നമ്മൾ വേറെ ഫോട്ടോ കൊടുത്തിട്ടാണ്. ഇത് ഒരു ക്യൂട്ടായിട്ടുള്ള റാബിറ്റും പിന്നെ ഒരു ക്യൂട്ടായിട്ടുള്ള ഒരു വോൾഫോ അങ്ങനെയൊക്കെ പറയാം. അപ്പോൾ അങ്ങനത്തെ 2 എണ്ണം ഒരു. പിന്നെ എൻ്റെ കവർ സ്റ്റിക്കർ ഉണ്ട് കേട്ടോ. അത് അവള് ഓൾറെഡി വെച്ചിട്ടുണ്ടായിരുന്നാണ്. അതേമാതിരി കവായി സ്റ്റിക്കേഴ്സ് അവള് പേപ്പറിൽ ഒട്ടിച്ചിട്ട് നെയിം സ്ലിപ്പ് ഇതിൽ ഇങ്ങനെ ഒട്ടിച്ചിട്ട് പേപ്പറിൽ ഒട്ടിച്ചിട്ട് വൈറ്റ് പേപ്പറിൽ ഒട്ടിച്ചിട്ട് കട്ട് ചെയ്തിട്ട് ഒട്ടിച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ കസ്റ്റമൈസ്ഡ് നെയിം സ്ലിപ്സ് ആണ്. ഇതിൽ 30 എണ്ണം വരുന്നുണ്ട്. അതിതൊക്കെ ഒട്ടിച്ച് തീരാറായി. ഇതും പിന്നെ ഈ ഒരു ഫോട്ടോ മാത്രമേ നമ്മൾ പ്രിന്റ് ചെയ്തിട്ടുള്ളൂ, കസ്റ്റമൈസ്ഡ് ആക്കിയിട്ടുള്ളൂ. ഫോട്ടോ വെച്ചിട്ടുള്ളതാണ്, നമ്മൾ വേറെ ഫോട്ടോ കൊടുത്തിട്ട് ചെയ്യിപ്പിച്ചതാണ്. പിന്നെ എൻ്റെ ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാര്യം നോട്ടീസിൽ മാത്സിൻ്റെ ഫസ്റ്റ് കവറാണ് ഗൈസ്. നമുക്ക് നല്ല ക്യൂട്ടായിട്ടില്ലേ? പിന്നെ റെയിൻബോ സ്റ്റിക്കർ ഒട്ടിച്ചിട്ടുണ്ട് ഞാൻ. പിന്നെ ഉള്ളിൽ 2 സെയിമാണ്. അങ്ങനെ 3 ബുക്ക് മേടിച്ചിട്ടുണ്ട്. കാരണം മാത്സ് കുറേ എഴുതാറുണ്ട്. ഞങ്ങൾ 3 ബുക്ക് മേടിച്ചിട്ടുണ്ട്. അതിൽ ഒന്ന് ഇതാണ്, രണ്ടാമത്തെ ഇതാണ്, ടെക്സ്റ്റ് ബുക്കൊക്കെ എടുത്ത് വെച്ചിരിക്കുകയാണ്. മൂന്നാമത്തത് ഇതാണ്. ഇനി നമുക്ക് നോട്ട് ബുക്സ് കാണാം. റൂൾഡ്, ഇത് അൺറൂൾഡ് ആണ്, ഇത് റൂൾഡ് ആണ്. 12 ഒക്കെ ഉണ്ടാവും, അറിയില്ല. അപ്പോൾ ഇത് തോന്നുന്നു 10 എണ്ണമാണ്. 10 നോട്ട് ബുക്സ് ഉണ്ട് ഇതില്. ഇത് 12 ഉണ്ട്. അപ്പോൾ ഇതിന് ഇഷ്ടം പാക്ക്. എനിക്ക് ഫുള്ള് ഗിറ്റാറും പിന്നെ ഗ്രേപ്സും ആണുള്ളത്. വലിയ ഓൾഡൊക്കെ ചട്ടത്ത് തീർന്നു. ഇനി പിന്നെന്താ കാണിച്ചതല്ലേ? ഞങ്ങൾ ഇത്രയൊക്കെയാണ് നമ്മൾ സ്റ്റേഷനറീസ് ആയിട്ട്. ജോമെട്രി ബോക്സ് അത് മുന്നത്തെ ഐഫോൺ 60. അപ്പോൾ ഗൈസ് ഇത്രയൊന്നും ഞങ്ങൾ മേടിച്ചത്. ഇനി അടുത്ത കൊല്ലത്തേക്ക് അടുത്ത കൊല്ലം കാണാം ഗൈസ്. ടാബൊക്കെ പോവുകയാണ്. അമ്മ ടാബ് എടുത്തേക്കാൻ പോവുകയാണ് ഗൈസ്. സ്കൂള് വർക്കല്ലേ, ഞാൻ അധികം കുത്തിപ്പിടിച്ച് ചെയ്യാൻ പറ്റില്ല. അപ്പം ലാസ്റ്റത്തെ ദിവസമാണ് ഞങ്ങളുടെ ടാബ് പിടിക്കുന്നത്. അപ്പോൾ ഗൈസ് ഞാൻ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.